So hi friends, Pushpa 2, The Rule, 1000 കോടി ക്ലബിലെത്തി. ഫാസ്റ്റസ്റ്റ് 1000 കോടികളിലെത്തുന്ന ദങ്കൽ അല്ലെങ്കിൽ RRR പോലത്തെ സിനിമകൾ കഴിഞ്ഞിട്ട് പുഷ്പ 2ഉം ആ ഒരു രസിലെത്തി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നത് തെലുങ്കിലേക്കാട്ടും കൂടുതൽ ഹിന്ദിക്കാരാണ് ഇപ്പോഴും. മലയാളികൾ ഇന്നും ആ സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി അശ്വന്ത് കോക്കിനെ പോലെയുള്ള റിവ്യൂസ് ഉൾപ്പെടെയുള്ള ആളുകൾ സിനിമയെ മാക്സിമം നശിപ്പിച്ച് ഓറഞ്ചൊക്കെ തൂക്കി നശിപ്പിച്ച് റിവ്യൂസും വ്യൂസും കൂട്ടാൻ നോക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയ്ക്ക് ഏകദേശം 1 മില്യൺ വ്യൂസ് ഇട്ടിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ആ സിനിമ എങ്ങനെയൊക്കെ നശിപ്പിച്ച് വലിച്ചു കീറാൻ സാധിക്കുമോ അത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. ഒരു സിനിമ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് അത് കണ്ടു പഠിക്കുക തന്നെ വേണം. ഈ ഒരു സിനിമ മനോഹർ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹം എഴുതിയ ഒരു സിനിമ പുഷ്പ 2. അതിനകത്ത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പോർഷൻ നോക്കുമ്പോൾ അതിനകത്ത് കോക്ക് പറയുന്നത് തന്നെ കേൾക്കാം. അതായത് ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ ഷിഖാവത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടറായിരുന്നു, അന്യായ ക്യാരക്ടറായിരുന്നു ഫസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡിൽ അദ്ദേഹത്തെ വെറും കോമാളിയാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വന്ത് കോക്കിന്റെ ആ ഒരു അവതരണമാണ് എനിക്ക് പേഴ്സണലി കോമാളിയായിട്ട് ഫീൽ ചെയ്തത്. ഈ നമ്മുടെ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും പോലെ തന്നെ ഇദ്ദേഹം ഒരു കോമാളിയായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ല. കാരണം ഈ ആറാട്ടണ്ണനെയും അലൻ ജോസ് പെരേരയും ഒരു എന്താ പറയാ ഒരു കളിയാക്കുന്ന ഒരു വെറും കീടങ്ങളായിട്ടാണ് സമൂഹം കാണുന്നത്. അവർക്ക് ചെറിയ വ്യൂസ്, പക്ഷെ ഇദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യൂസ്. കാരണം പല മാപ്ര ചാനലുകളൊക്കെ ഇദ്ദേഹം വന്ന് പ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയും കൂടെയാണ്. പിന്നെ സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിയാം എന്നുള്ള ഒരൊറ്റ ഒരു ലേബൽ, ഒരു ടാഗ് ലൈൻ ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനിയും സിനിമയെക്കുറിച്ച് പറയാം. സിനിമ പേഴ്സണലി ഞാനും മോശമാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ദ റീസൺ ഈസ് ഓവർ പ്രതീക്ഷ എക്സ്പെക്ടേഷനോട് പോയതുകൊണ്ടാണ്. പക്ഷേ ഞാൻ സിനിമ കണ്ട രാവിലെ 4 മണിക്കാണ്. ഈ 4 മണി മുതൽ ഒരു 7-7:30 അല്ല 4, 5, 6, 7, 7:30, 7:45 വരെ സിനിമ കണ്ടിട്ട് ഒരു തരി പോലും നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ദ റീസൺ ഈസ് അതിന്റെ സൗണ്ട് എഫക്റ്റും അതിന്റെ കളർ ഗ്രേഡിങ്, കളർ കോമ്പിനേഷനാണ്. അത് നമ്മൾ അത്രയ്ക്കും ഉണർത്തിയിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഫഹദ് ഫാസിലിനെ കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ അവർ നെഗറ്റീവ് പറയുന്നത്. ഫഹദ് ഫാസിലിനെ കോമാളിയാക്കി നശിപ്പിച്ചു, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പുഷ്പ 1-ൽ ഫഹദ് ഫാസിൽ എന്താണ് കാണിച്ചത്? എല്ലാവരും പറയുന്നുണ്ടോ അന്യായ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. ഫഹദ് ഫാസിൽ പുഷ്പ 1-ൽ നെഗറ്റീവ് ക്യാരക്ടർ തന്നെയായിരുന്നു. ഒരു കൈക്കൂലി മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് പുഷ്പ 2-ൽ അദ്ദേഹം കാണിച്ചത്. പിന്നെ പൂളിൽ മൂത്രം ഒഴിക്കുന്ന ഒരു പൂളിൽ കയറി എന്ന് പറയുന്നത് അത് തെലുങ്ക് സിനിമയിൽ അത് സർവ്വസാധാരണമായിരിക്കാം. ഇതിലും കൂടുതൽ അസാസിനേഷൻ അതിനകത്തുള്ള പല വില്ലന്മാരും ചെയ്തിട്ടുണ്ട്. പഴയ സിനിമകളിലൊക്കെ വലിയ ഹീറോ ആയിട്ടുള്ള ആളുകളെ അതിനകത്ത് വെറും എന്താ പറയാ ഭാര്യയുടെ വിരൽ തുമ്പി നിൽക്കുന്ന അല്ലെ സാരി തുമ്പി നിൽക്കുന്ന ഒരു പെണ്ണാഴ്ചയായിട്ട് പോലും അതിനകത്ത് പല നടന്മാരും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനൊരു പ്രശ്നമില്ല. ഇവിടെ ഫഹദ് ഫാസിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തി കാണിക്കണം എന്നുള്ളതല്ല. ഇവിടെ അല്ലു അർജുന സിനിമയാണ്, ഒരു തെലുങ്ക് സിനിമയാണ്, അദ്ദേഹത്തിനെ ഹൈപ്പ് കൊടുക്കുന്ന സിനിമയാണ്. അതിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെ ഗ്രേ ഷെയ്ഡ് ചെയ്യുന്ന കഥാപാത്രം മാത്രമാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന മാക്സിമം ഹൈപ്പും കൊടുത്തു. ഒരു 6-7 കോടി രൂപയും കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ 10 ഇരട്ടി മേ ബി നമ്മുടെ അല്ലു അർജുനും മേടിച്ചിട്ടുണ്ടാവും. ആൻഡ് നമ്മുടെ സിനിമയ്ക്ക് 1000 കോടി കഴിയുകയും ചെയ്തു. അപ്പൊ ഈ സിനിമ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കളക്ഷൻ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിലാണ്. ദ റീസൺ ഈസ് ഇതുപോലുള്ള റിവ്യൂസ് ആണ് സിനിമ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് കേരളത്തിൽ. കാരണം ഇവിടെ ഇങ്ങനെയുള്ള റിവ്യൂസ്, പക്ക നെഗറ്റീവ് റിവ്യൂസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കാണാൻ മടിക്കും. ഞാൻ എൻ്റെ സുഹൃത്തോട് ചോദിച്ചോ പറഞ്ഞു, നിങ്ങൾ സിനിമ കണ്ടോ? ഞാൻ പറഞ്ഞു കാണാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ബ്രോ ആ സിനിമ പോയി കാണ്. എന്തായാലും ഇന്ത്യൻ 2-നേക്കാളും ഈ കങ്കുവേക്കാളും ഒക്കെ ഫാർ 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 ബെറ്റർ ആണ് ഈ സിനിമ. ഒരു സംശയമില്ല കാര്യത്തിൽ. അതിനെ അനാവശ്യമായിട്ടുള്ള ഈ ഊക്ക് ഡയലോഗും വെച്ചിട്ട് നശിപ്പിക്കുന്നതാണ് പ്രശ്നം. പിന്നെ അതിനകത്ത് കുറെ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ന്യായീകരിച്ചു കഴിഞ്ഞാൽ സിനിമ കൊള്ളില്ല എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അർത്ഥം തോന്നുന്നില്ല. ആൻഡ് അബൌട്ട് സിനിമ പുഷ്പ 1-നെ കാര്യം, പുഷ്പ 1 ഒരു ഭീകര സിനിമയാണ്, അതുകൊണ്ടാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് പുഷ്പ 1 നാഷണൽ അവാർഡ് കൊടുത്തത്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു തെലുങ്ക് സിനിമയ്ക്ക് നാഷണൽ അവാർഡ് എന്തിനാണ് കൊടുത്തത്? പുഷ്പ 2-ന് അല്ലു അർജുനും ഇനിയും കേന്ദ്ര സർക്കാരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് പോലും അറിയില്ല. പുഷ്പ 1-ന് നാഷണൽ അവാർഡ് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് പേഴ്സണലി ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അതിനകത്ത് ഫഹദ് ഫാസിലിന്റെ അഭിനയം നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫഹദ് ഒരു തെലുങ്ക് മൂവി, അല്ലു അർജുന്റെ ഒരു മൂവിയിൽ അഭിനയിക്കുന്നു പറയുമ്പോൾ തന്നെ മലയാളികൾ നമുക്ക് അഭിമാനമാണ്. അഭിമാനം അവിടെ നിർത്തിയാൽ മതി. അദ്ദേഹത്തിന് നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്തോ ഗ്രേ ഷെയ്ഡ് കൊടുത്തോ അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത് എടുക്കുന്നോണ്ടാണ്.
അല്ലാതെ നമുക്ക് അദ്ദേഹത്തിന്റെ മാക്സിമം ക്യാരക്ടർ അസാസിനേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഫഹദ് ഫാസിലിന്റെ തന്നെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് കേട്ട് നോക്കാം. എന്താണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുള്ളത്. I have no sense of it. I don't think Pushpa has done anything to me. Your collaboration, love for Sugu sir, my stuff is here very clearly. ഇത്രേ ഉള്ളൂ. മനോഹർ സാറിനോടുള്ള ഒരു ഇഷ്ടം, അദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യം. ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട്, പുഷ്പ എന്ന് പറയുന്ന സംഭവം എന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു മാജിക് കാണിക്കാനല്ല വന്നത്, ഇവിടെ അല്ലു അർജുന്റെ മാജിക് കാണാനാണ് വന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ സ്റ്റഫ് ചെയ്യുന്നു, അദ്ദേഹം മാറി നിൽക്കുന്നു, അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തു, ഒരു ഡൗട്ടും ഇല്ല. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിൽ ഇച്ചിരും കൂടെ ഒരു റഫായിട്ട് മാക്സിമം എനർജി ലെവൽ തന്നെയാണ് ഇതിനകത്ത് ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് കുറച്ച് പാസം എല്ലാം കയറി വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയുള്ള, തെലുങ്കിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് പാസം വേണമായിരിക്കും, മേ ബി അതുകൊണ്ടായിരിക്കാം 1000 കോടി സിനിമ ആ ഒരു ഇതിൽ കയറിയില്ല. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സിനിമ പൊട്ട സിനിമയായിട്ടാണോ 1000 കോടിയിൽ കയറിയത്? അപ്പം ഈ രീതിയിലുള്ള എന്താ പറയുക, നെഗറ്റീവായിട്ട് ഒരു സിനിമ നശിപ്പിക്കുന്ന ആളുകളാണ് ഈ സിനിമയുടെ ശാപം, അല്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ശാപം. എന്തിനാന്ന്? സിനിമ എൻജോയ് ചെയ്യുക, സിനിമ എന്റർടൈൻമെന്റിന്റെ ഒരു വിഭാഗമാണ്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ രീതിയിലുള്ള കോമാളിത്തരം കാണിക്കരുത്. ഈ ഓറഞ്ചും തൂക്കി ഇനിയിപ്പം നാളെ ഇവൻ വല്ല ബ്രേസർ ഇട്ടിട്ടായിരിക്കും ചിലപ്പം റിവ്യൂ എടുക്കുന്നത്, മേ ബി അങ്ങനെ ആയിരിക്കാം. കാരണം മാക്സിമം നശിപ്പിക്കുക. ഇനി നമുക്ക് എന്താ പറയുക, രശ്മിക മന്ദാനെ കുറിച്ച് സംസാരിക്കാം. രശ്മിക മന്ദാന അത് ക്രിഞ്ച് ഫെസ്റ്റ് നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അവളുടെ ഏത് സിനിമ എടുത്താലും അയാളുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആനിമൽ എടുത്താലും അല്ലെങ്കിൽ വേറെ ഏത് സിനിമ എടുത്താലും അവർ ചെയ്യുന്ന അതേ റോളാണ്. അത് പ്രതീക്ഷയില്ല നമ്മൾ പോയത്. അവരില്ലായിരുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും. ഇതിനകത്ത് അവരെ എന്തുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസറും ഈ ഡയറക്ടർമാരും മണ്ടന്മാരാണോ രശ്മിക എടുക്കാനുള്ള കാരണം? അവർക്കൊരു വാല്യൂ ഉണ്ട്, അവർക്കൊരു തിയേറ്റേഴ്സിലെ ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. അവരുടെ ഡാൻസ് കാണാനും ഒരു പക്ഷെ അവരുടെ ഒരു ക്യൂട്ട്നെസ് കാണാനും അവരുടെ ക്രിഞ്ച് കാണാനും ആൾക്ക് ഇഷ്ടമായിരിക്കാം, മേ ബി അതുകൊണ്ടായിരിക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സിനിമ വിജയിച്ചു. സിനിമയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന വരുമാനം കിട്ടി. 500 കോടി ബഡ്ജറ്റ് ആണെന്നാണ് പറയുന്നത്. അല്ല 500 കറക്റ്റായിട്ട് പ്രിസൈസ് ആണെന്ന് അറിയത്തില്ല, പക്ഷെ 500 കോടി ബഡ്ജറ്റാണ്. 1007 കോടിയോ 1008 കോടിയൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്തു. ദാറ്റ് മീൻസ് മുടക്കം മുതലും അതിന്റെ ലാഭത്തിന്റെ ലാഭവും ഇവർക്ക് എല്ലാവർക്കും ലഭിച്ചു. ഇനിയെങ്കിലും ഈ ജാതി സംഭവങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അശ്വന്ത് കോക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റിവ്യൂവർ തന്നെയാണ്, നോ ഡൗട്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ തരത്തിലുള്ള ഈ ഒരു എന്താ പറയാ, സിനിമ നശിപ്പിക്കുന്ന തരത്തിലുള്ള റിവ്യൂസ്, ഒരു കോമാളിത്തരം കാണിക്കുന്നതാണ് പ്രശ്നം. സത്യം പറഞ്ഞാൽ ഫഹദ് ഫാസിനെക്കാട്ടും ഏറ്റവും വലിയ കോമാളിത്തരം അല്ലെ കോമാളിയായിട്ട് എനിക്ക് തോന്നിയത് അശ്വന്ത് കോക്കിനെയാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സിനിമ കാണണം. ആ സിനിമയിൽ കുറെ നല്ല സീൻസ് ഉണ്ട്. ആൻഡ് പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ സിനിമയിൽ എന്താ 2 കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിച്ചു എന്നുള്ളത്. തെലുങ്ക് സിനിമയാണ് ബ്രോ, തെലുങ്ക് സിനിമ ഇതെല്ലാം ഇതിന്റെ അപ്പുറം നടക്കും. രജനീകാന്ത് എന്തൊക്കെ കാണിച്ചിരിക്കുന്ന വേലത്തരങ്ങൾ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനു മുമ്പ് പുഷ്പ 1 എന്താ ചെയ്തത്? അയാളുടെ കൈ കെട്ടിയിട്ട്, ബാക്കിൽ കൈ കെട്ടിയിട്ട്, മുഖം മൊത്തം മൂടിയിട്ട്, ആകെ കുറച്ച് ഇങ്ങനെ ഊതുമ്പോൾ മാത്രം കുറച്ച് കാണുന്ന രീതിയിൽ അയാൾ 10-50 പേരെ അടിച്ചിട്ടിട്ടുണ്ട്. അതിന് പ്രശ്നമില്ലായിരുന്നു, അതിനും ഒരു ഹൈപ്പായിരുന്നു. അതുപോലെ കണ്ടാൽ മതി. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ആ ഒരു പെൺവേഷം കെട്ടുന്ന ഒരു സീനുണ്ട് ഈ അല്ലു അർജുൻ. അതിനകത്തുള്ള ഫൈറ്റ് എത്ര മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന അറിയോ? അത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് ഫസ്റ്റ് സീൻ, ആ സിനിമയുടെ ഫസ്റ്റ് സീൻ ജപ്പാനിലെങ്ങാണ്ട് കണ്ടെയ്നറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മൂളിയും തൂങ്ങിയിട്ടുള്ള സ്റ്റണ്ട് ഉണ്ട്. അത് ആ ഒരു കൺസെപ്റ്റിൽ കണ്ടാൽ മതി. നമ്മൾ എന്തിനാണ് എല്ലാത്തിനും ഈ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ക്യാരക്ടർ, ഫഹദിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ ഏകദേശം ഒരു 40-50 മിനിറ്റോളം ഫഹദ് അതിനകത്ത് സിനിമയിലുണ്ട്. ആ ഫഹദ് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു മിനിറ്റ് എങ്കിലും ഈ പറഞ്ഞ റിവ്യൂവർ, ഈ അശ്വന്ത് കോക്കോ അല്ലെങ്കിൽ ഈ ഉണ്ണിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശശാം ഉൾപ്പെടെയുള്ള ഭീകരമായിട്ടുള്ള കേരളത്തിലെ ടോപ്പ് റിവ്യൂസിന് 1 മിനിറ്റ് അഭിനയിച്ച് കാണിക്കാൻ പറ്റും. 1 മിനിറ്റ് ചലഞ്ച് ചെയ്യാം, 1 മിനിറ്റ് അഭിനയിക്കാൻ കാണിക്കും. അല്ലു അർജുനെ വിട്ടേരാ, അല്ലു അർജുനെ ഒന്നും ഒരു പക്ഷേ 7 നിർത്താൻ പറ്റത്തില്ല. ഫഹദ് ഫാസിൽ അഭിനയിച്ചതിന്റെ 1 മിനിറ്റ് എങ്കിലും നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റും. പിന്നെ നമുക്കൊക്കെ അയാളെ കുറ്റം പറയാൻ എന്ത് അവകാശമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ചുമ്മാ എന്താ പറയാ, ഒരു തരത്തിലുള്ള ഒരു ചാൻസും കിട്ടാതെ അഭിനയിക്കാൻ പറ്റാത്ത കുറെ അണ്ണന്മാര് കുറ്റം പറയുന്ന, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുശുമ്പ് കുന്നായ പറയത്തില്ലേ, സീരിയൽ കണ്ടിട്ട് ആ ജാതി വർത്തമാനമാണ് യൂട്യൂബിൽ പറയുന്നത്. സാബു നമ്മുടെ തരികിട സാബു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ രീതിയിലുള്ള ഓൺലൈൻ മീഡിയകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ നോർമലായിട്ട് നിൽക്കുന്ന, സത്യം മാത്രം പറയുന്ന ഓൺലൈൻ മീഡിയ നശിപ്പിക്കുന്നത്. സത്യമാണ്. ഈ ജാതി വീഡിയോസും വ്യൂസും കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന കോമാളിത്തരം തന്നെയാണ് സത്യം പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ശാപമായി മാറുന്ന കുറച്ചാളുകൾ.
ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കറിയാം ഇതിനകത്ത് 100 പേര് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 100 പേര്, ഞാൻ ഇതിനുള്ളിൽ പ്രതീക്ഷിക്കുന്നില്ല, 100 പേര് എൻ്റെ വീഡിയോ കാണുന്നുള്ളതിൽ 99 അല്ല 100 പേരും ഞാൻ പറഞ്ഞതിന് എതിർപ്പായിരിക്കും. പ്രശ്നമില്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ തൽക്കാലം ബൈ.